ഈ ലോകത്ത് എല്ലാവർക്കും പണം സമ്പാദിക്കണമെന്നുണ്ട്. എന്നാൽ ചുരുക്കം ചിലർക്ക് മാത്രമേ സമ്പന്നരാകാൻ കഴിയാറുള്ളൂ. എന്തുകൊണ്ട്? കാരണം മിക്ക ആളുകൾക്കും പണം സമ്പാദിക്കാനുള്ള നിയമങ്ങൾ അറിയില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പണം നിങ്ങളുടെ പിന്നാലെ ഓടിവരുന്ന 7 നിയമങ്ങളാണ്. അതിനാൽ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം അവസാനത്തെ നിയമം ഏറ്റവും നിർണായകമാണ്. ഒന്നാമത്തെ നിയമം: എപ്പോഴും നിങ്ങളുടെ വരുമാനത്തേക്കാൾ കുറവ് മാത്രം ചെലവാക്കുക. സുഹൃത്തുക്കളെ, സമ്പന്നനാകുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, സമ്പന്നനാകാനുള്ള തുടക്കം സമ്പാദിക്കുന്നതിൽ നിന്നല്ല, മറിച്ച് ചെലവാക്കുന്ന രീതിയിൽ നിന്നാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ തങ്ങളുടെ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാക്കുന്നു. ഈ ആഡംബര ജീവിതം, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, ഫോൺ അപ്ഗ്രേഡുകൾ, ഇതെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. തങ്ങൾ സമ്പന്നരാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു. എന്നാൽ ഉള്ളിൽ അവർ കടത്തിൽ മുങ്ങിയിരിക്കുകയാകും. ഓർക്കുക, സ്വന്തം ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. വരുമാനം എത്രയായിരുന്നാലും നിങ്ങൾ സമ്പാദിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഒരു ദിവസം വട്ടപൂജ്യത്തിൽ കൂടുതലൊന്നും നിങ്ങളുടെ കയ്യിലുണ്ടാകില്ല. ഒരു ചെറിയ ശീലം വളർത്തിയെടുക്കുക. എല്ലാ മാസവും നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ കുറഞ്ഞത് 20% ആദ്യം നിങ്ങൾക്ക് തന്നെ നൽകുക. അതായത് അത് ചെലവാക്കുന്നതിനു മുമ്പ് സമ്പാദ്യത്തിലേക്കോ നിക്ഷേപത്തിലേക്കോ മാറ്റുക. ഇതിനെ ആദ്യം സ്വയം പണം നൽകുക എന്നാണ് പറയുന്നത്. സമ്പന്നരുടെ ആദ്യത്തെ നിയമമാണിത്. നിങ്ങളുടെ പണത്തെ ബഹുമാനിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ പണവും നിങ്ങളെ ബഹുമാനിക്കും. ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ഒരു ദിവസം വലിയ മൂലധനമായി മാറുകയും നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു. ഓർക്കുക, സമ്പത്തെന്നത് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്നതല്ല, മറിച്ച് നിങ്ങളുടെ പക്കലുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. അതിനാൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. എല്ലാ മാസവും ചെലവാക്കുന്നതിന് മുമ്പ് സ്വന്തം ഭാവിക്കു വേണ്ടി പണം നൽകുക. കാരണം സ്വന്തം ചെലവുകളെ നിയന്ത്രിക്കുന്നവന് ജീവിതത്തിൽ എന്തിനേയും നിയന്ത്രിക്കാൻ കഴിയും. സമ്പത്തിലേക്കുള്ള ആദ്യ പടി ഇതാണ്. ഇനി രണ്ടാമത്തേതും ഏറ്റവും ബുദ്ധിപരവുമായ നിയമം കേൾക്കുക: പണത്തെക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുക. കാരണം നിങ്ങൾ പണത്തെക്കൊണ്ട് പണിയെടുപ്പിച്ചില്ലെങ്കിൽ ഒരു ദിവസം ജീവിതകാലം മുഴുവൻ നിങ്ങൾ പണത്തിനു വേണ്ടി പണിയെടുക്കേണ്ടി വരും. എങ്ങനെ ജോലി ചെയ്യണം എന്നാണ് നമ്മുടെ സ്കൂളുകളും കോളേജുകളും നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ പണം നമുക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ആരും പഠിപ്പിക്കുന്നില്ല. ഒരു സാധാരണക്കാരനും സമ്പന്നനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്: സമ്പന്നർ പണം വെറുതെ ചെലവാക്കില്ല. പണം സ്വയം കൂടുതൽ പണമുണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അവർ അതിനെ മാറ്റുന്നു. അത് നിക്ഷേപങ്ങളോ ബിസിനസ്സോ സ്റ്റോക്കുകളോ റിയൽ എസ്റ്റേറ്റോ ആകട്ടെ, അവരുടെ പണത്തിന് എങ്ങനെ ജോലി ചെയ്യണമെന്ന് അവർക്കറിയാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പണം എന്തുകൊണ്ട് 24 മണിക്കൂറും ജോലി ചെയ്യുന്നില്ല? കാരണം നിങ്ങൾ അതിന് ഒരു ദിശ നൽകിയില്ല. നിങ്ങൾ അതിനെ ഉറങ്ങാൻ അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്ന ഒരു പടയാളിയാകണമായിരുന്നു. ചെറിയ രീതിയിൽ തുടങ്ങുക. എല്ലാ മാസവും നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ ചെലവ് വർദ്ധിപ്പിക്കാത്ത, എന്നാൽ നിങ്ങൾക്ക് വരുമാനം നൽകുന്ന ഏതെങ്കിലും ആസ്തിയിൽ നിക്ഷേപിക്കുക. മ്യൂച്വൽ ഫണ്ടുകൾ, SIP, സ്വർണം, ഡിജിറ്റൽ ആസ്തികൾ തുടങ്ങി 1000 വഴികളുണ്ട്. എന്നാൽ പ്രവർത്തിക്കുക എന്നത് നിങ്ങളുടെ കൈകളിലാണ്. എപ്പോഴും ഓർക്കുക, ബാങ്കിൽ പണം സൂക്ഷിച്ച് ആരും സമ്പന്നരായിട്ടില്ല. നിങ്ങൾ അതിനെ വളരാൻ പഠിപ്പിക്കുമ്പോൾ മാത്രമേ അത് വളരുകയുള്ളൂ. നിങ്ങളുടെ ഓരോ രൂപയും ഒരു ചെറിയ വിത്താണ്. അത് മണ്ണിൽ നട്ടാൽ ഒരു ദിവസം അത് മരമായി മാറുകയും നിങ്ങൾക്ക് തണലും ഫലവും നൽകുകയും ചെയ്യും. അതിനാൽ ഇന്ന് തന്നെ തീരുമാനിക്കുക. പണത്തെ ഉറങ്ങാൻ അനുവദിക്കരുത്. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുക. കാരണം ഈ കല പഠിക്കുന്നവൻ ഒരിക്കലും പണത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല. ഇനി സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്നാൽ ആളുകൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും ഇതാണ്. അതാണ് കഴിവുകൾ. സുഹൃത്തുക്കളെ, ലോകത്ത് 2 തരം ആളുകളുണ്ട്. 1. സ്വന്തം ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർ. 2. തങ്ങളുടെ കഴിവുകൾ കൊണ്ട് സ്വന്തം ഭാഗ്യം സ്വയം നിർമ്മിക്കുന്നവർ. പണം നിങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കഴിവുകളിൽ നിക്ഷേപിക്കുക. കാരണം മറ്റാർക്കും മോഷ്ടിക്കാനോ തട്ടിയെടുക്കാനോ ഇല്ലാതാക്കാനോ കഴിയാത്ത ഒന്നാണ് നിങ്ങളുടെ കഴിവ്. ഇന്നത്തെ കാലത്ത് വെറുമൊരു ഡിഗ്രി കൊണ്ട് കാര്യമില്ല. എല്ലാവരും ഡിഗ്രിയും വാങ്ങിയിരിപ്പാണ്. എന്നാൽ പ്രായോഗികമായ ലോകത്തെ കഴിവുകൾ ഉള്ളവർ മാത്രമേ മുന്നേറുന്നുള്ളൂ. ആശയവിനിമയം, മാർക്കറ്റിംഗ്, സെയിൽസ്, വിലപേശൽ, ഡിജിറ്റൽ ടൂളുകൾ, AI, ഫിനാൻസ് എന്നിവയാണ് ഇന്നത്തെ യുദ്ധം ജയിക്കാനുള്ള ആയുധങ്ങൾ. നിങ്ങൾ ദിവസവും 1% മികച്ച വ്യക്തിയാകുകയാണെങ്കിൽ വർഷാവസാനത്തോടെ നിങ്ങൾ 37 മടങ്ങ് മികച്ച വ്യക്തിയായി മാറും. എന്നാൽ മിക്ക ആളുകളും ഒരു തെറ്റ് ചെയ്യുന്നു. പണം സമ്പാദിക്കാനുള്ള തിടുക്കത്തിൽ അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നിർത്തുന്നു. അവിടെ നിന്നാണ് അവരുടെ തകർച്ച തുടങ്ങുന്നത്. ഓർക്കുക, പണം കഴിവുകൾക്ക് പിന്നാലെയാണ് പായുന്നത്, കഴിവുകൾ പണത്തിന് പിന്നാലെയല്ല. നിങ്ങൾ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മാർക്കറ്റ് താനെ നിങ്ങൾക്ക് ഉയർന്ന വില നൽകാൻ തുടങ്ങും. അതിനാൽ ഓരോ ദിവസവും പുതിയതെന്തെങ്കിലും പഠിക്കുമെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുക. കാരണം നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മെച്ചപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഭാവി മുഴുവൻ മെച്ചപ്പെടുന്നു. ഓർക്കുക, നിങ്ങൾ പഠിക്കുന്നത് നിർത്തുന്ന അന്ന് നിങ്ങളുടെ വളർച്ചയും അവസാനിക്കുന്നു. ഇനി വരുന്നത് കോടിക്കണക്കിന് ആളുകളുടെ സാമ്പത്തിക ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു നിയമമാണ്. ഒരിക്കലും ഒരൊറ്റ വരുമാനത്തെ മാത്രം ആശ്രയിക്കരുത്. ഇന്നത്തെ കാലത്ത് ജോലികൾ സുരക്ഷിതമല്ല, മാർക്കറ്റ് അസ്ഥിരമാണ്,
സമ്പദ്വ്യവസ്ഥ പ്രവചനാതീതമാണ്. ഒരു ദിവസം എല്ലാം ശരിയാണെന്ന് തോന്നും, എന്നാൽ അടുത്ത ദിവസം കമ്പനിയിൽ നിന്ന് ഖേദപൂർവ്വം നിങ്ങളെ പിരിച്ചുവിടുന്നു എന്നറിയിച്ചുകൊണ്ട് ഇമെയിൽ വരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഒരേയൊരു വരുമാനം നിലച്ചാൽ നിങ്ങളുടെ ജീവിതം വഴിമുട്ടുമോ? ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ ഈ നിയമം മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പന്നർ ഒരിക്കലും ഒരൊറ്റ വഴിയിലൂടെ സഞ്ചരിക്കില്ല. ഒരു നദി കൊണ്ട് കടലുണ്ടാകില്ലെന്ന് അവർക്കറിയാം. അവർക്ക് ഒന്നിലധികം വരുമാനമാർഗങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ബിസിനസ്, ചിലപ്പോൾ നിക്ഷേപം, ചിലപ്പോൾ വാടക വരുമാനം, അല്ലെങ്കിൽ ഡിജിറ്റൽ കാര്യങ്ങൾ വഴി. പണം പല വഴികളിലൂടെ വരുന്നു. ഇതാണ് അവരുടെ ശക്തി. നിങ്ങൾക്കും ചെറിയ രീതിയിൽ തുടങ്ങാം. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീലാൻസിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ വരുമാനം ആരംഭിക്കുക. വിദ്യാർത്ഥിയാണെങ്കിൽ പുതിയ കഴിവുകൾ പഠിച്ച് ഒരു സൈഡ് വരുമാനം കണ്ടെത്തുക. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ, ബ്ലോഗിംഗ്. ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യനും ഒരു അവസരമുണ്ട്. വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരൊറ്റ വരുമാനത്തെ ആശ്രയിക്കരുത്. രണ്ടാമതൊരു വരുമാനമാർഗമുണ്ടാക്കാൻ നിക്ഷേപം നടത്തുക എന്ന്. കാരണം ഒരു വരുമാനം നിലക്കുമ്പോൾ മറ്റൊന്ന് നിങ്ങളെ താങ്ങി നിർത്തും. ഒരു വരുമാനം നിങ്ങൾക്ക് നിലനിൽപ്പ് നൽകുന്നു, എന്നാൽ ഒന്നിലധികം വരുമാനങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അതിനാൽ ഇന്ന് തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുക. ഇനി ഒരൊറ്റ വരുമാനമല്ല, വരുമാനത്തിന്റെ ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കണം. കാരണം പണം ഒരിടത്തുനിന്ന് മാത്രമാണ് വരുന്നതെങ്കിൽ അത് നിങ്ങളുടെ ശക്തിയല്ല, നിങ്ങളുടെ ബലഹീനതയാണ്. കൂടുതൽ സമ്പാദിക്കുന്നവനല്ല സമ്പന്നൻ, മറിച്ച് പലയിടത്തുനിന്നും സമ്പാദിക്കാൻ അറിയുന്നവനാണ് സമ്പന്നൻ. അഞ്ചാമത്തെ നിയമം, തെറ്റായ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. എപ്പോഴും പരാതി പറയുന്ന, എല്ലാ കാര്യങ്ങളിലും നെഗറ്റിവിറ്റി പരത്തുന്ന, എപ്പോഴും ഒഴിവുകഴിവുകൾ കണ്ടെത്തുന്ന ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതെങ്കിൽ പതിയെ നിങ്ങളും അവരെ പോലെയാകും. ഊർജം പകരുന്നത് ഒരു പകർച്ചവ്യാധി പോലെയാണ്. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പോരാടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റേണ്ടതുണ്ട്. തെറ്റായ ആളുകൾ നിങ്ങളെ താഴോട്ട് വലിക്കും. നിങ്ങളുടെ ആശയങ്ങളെ അവർ പരിഹസിക്കുകയും നിങ്ങളെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ലെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യും. എന്നാൽ സത്യമെന്തെന്നാൽ അവർക്ക് തന്നെ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ നിങ്ങളും അത് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓർക്കുക, നിങ്ങളെ പ്രചോദിപ്പിക്കാത്ത, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ വിലകുറച്ച് കാണുന്ന, നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഏറ്റവും വലിയ നിക്ഷേപം. സമ്പന്നർ തങ്ങളുടെ സമയവും കൂട്ടുകെട്ടും തെരഞ്ഞെടുത്ത് സൂക്ഷിക്കുന്നു. കാരണം തെറ്റായ ആളുകളോടൊപ്പം നിൽക്കുന്നത് ഏറ്റവും വലിയ നഷ്ടമാണെന്ന് അവർക്കറിയാം. അവർ നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെ ചിന്താഗതിയാണ് തട്ടിയെടുക്കുന്നത്. അതിനാൽ ഇന്ന് തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ സമയത്തിന്റെ വില മനസ്സിലാക്കുക. നിങ്ങളെ മികച്ചവരാക്കുന്ന, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളുടെ വിജയം കണ്ട് സന്തോഷിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുക. കാരണം ശരിയായ കൂട്ടുകെട്ട് നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നു. തെറ്റായ കൂട്ടുകെട്ട് നിങ്ങളുടെ ചിറകുകൾ വെട്ടിക്കളയുന്നു. അതിനാൽ നിങ്ങൾക്ക് ശരിക്കും ഉയരങ്ങളിലെത്തണമെങ്കിൽ ആദ്യം ഇത് തീരുമാനിക്കുക. നിങ്ങളോടൊപ്പം പറക്കുന്നവർ ആരെല്ലാമാണ്? നിങ്ങളെ താഴേക്ക് വലിക്കുന്നവർ ആരെല്ലാമാണ്? ഭയമെന്നത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. ചിലർക്ക് പരാജയത്തെ ഭയമാണ്, ചിലർക്ക് ആളുകൾ എന്തു പറയുമെന്ന ഭയമാണ്, മറ്റു ചിലർക്ക് തങ്ങളുടെ പരിശ്രമങ്ങൾ വെറുതെയാകുമോ എന്ന ഭയമാണ്. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഒളിഞ്ഞിരിക്കുന്നിടത്താണ് ഭയവും എപ്പോഴും ഉണ്ടാവുക. ഒരിക്കൽ ഒരു കുട്ടി അച്ഛനോട് ചോദിച്ചു, അച്ഛാ, എനിക്ക് പറക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഉയരങ്ങളെ ഭയമാണ്. അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, പേടികൊണ്ട് നീ ചിറകുകൾ വിരിച്ചില്ലെങ്കിൽ നിനക്ക് പറക്കാൻ കഴിയുമെന്ന് നീ ഒരിക്കലും അറിയില്ല. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ നേരിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഭയം നിങ്ങളെ തടയാൻ വന്നതല്ല, അത് നിങ്ങളെ പരീക്ഷിക്കാൻ വന്നതാണ്. നിങ്ങൾ എത്രത്തോളം ശക്തനാണെന്ന് ലോകത്തെ കാണിക്കാൻ. ഓരോ വിജയകരമായ വ്യക്തിയുടെയും പിന്നിൽ ഒരു ഭയമുണ്ടായിരുന്നു. എന്നാൽ വ്യത്യാസം ഇത്രമാത്രമായിരുന്നു, അവർ ആ ഭയത്തെ തങ്ങളുടെ ശക്തിയാക്കി മാറ്റി. അത് ബിസിനസ് തുടങ്ങുന്നതാകട്ടെ, ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതാകട്ടെ, അല്ലെങ്കിൽ റിസ്ക് എടുത്ത് പുതിയ വഴികൾ വെട്ടിത്തുറക്കുന്നതാകട്ടെ, അവർ ഭയത്തിൽ നിന്ന് ഓടിയൊളിച്ചില്ല, മറിച്ച് അതിനെ നേരിട്ടു. എപ്പോഴും ഓർക്കുക, ഭയം ഒരിക്കലും അവസാനിക്കുന്നില്ല, അതിനെ കീഴടക്കേണ്ടതുണ്ട്. ഭയമുണ്ടായിട്ടും നിങ്ങൾ മുന്നോട്ട് ചുവടുവെക്കുന്ന ആ ദിവസം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. അതിനാൽ ഇന്ന് ഈ വാഗ്ദാനം ചെയ്യുക, ഇനി ഭയം നിങ്ങളെ ഓടിക്കില്ല, നിങ്ങൾ ഭയത്തെ ഓടിക്കും. കാരണം ഭയത്തെ കീഴടക്കുന്നവനെ ജീവിതത്തിൽ ആർക്കും തടയാനാവില്ല. സമ്പത്ത് വെറും പണത്തിൽ നിന്നല്ല വരുന്നത്, അത് ചിന്തയിൽ നിന്നാണ് വരുന്നത്. കാരണം സമ്പന്നനാകുന്നതിനു മുമ്പ് നിങ്ങൾ സമ്പന്നമായി ചിന്തിക്കാൻ പഠിക്കണം. മിക്ക ആളുകൾക്കും സമ്പന്നരാകണം എന്നുണ്ട്, എന്നാൽ അവരുടെ ചിന്തകൾ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ എല്ലാ അവസരങ്ങളെയും സംശയത്തോടെ കാണുന്നു, ഓരോ പരാജയത്തെയും തങ്ങളുടെ വിധിയെന്ന് കരുതുന്നു. ഇവിടെ നിന്നാണ് വ്യത്യാസം തുടങ്ങുന്നത്. സമ്പന്നർ ചിന്തിക്കുന്നത് എനിക്കിത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നാണ്. ദരിദ്രർ ചിന്തിക്കുന്നത് ഇത് എന്നെക്കൊണ്ട് കഴിയില്ല എന്നാണ്. കണ്ടില്ലേ വ്യത്യാസം? അത് പണത്തിലല്ല, ചിന്തയിലാണ്. എന്റെ പണം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നിങ്ങൾ ദിവസവും സ്വയം ചോദിച്ചാൽ നിങ്ങളുടെ തലച്ചോറ് പതുക്കെ പരിഹാരങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. കാരണം ശ്രദ്ധ പോകുന്നിടത്തേക്കാണ് ഊർജം ഒഴുകിത്തുടങ്ങുന്നത്. സമ്പന്നമായ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആഡംബരത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നല്ല, മറിച്ച് പണം എന്നത് ശരിയായ കൈകളിലെത്തിയാൽ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ഉപകരണമാണെന്ന് മനസ്സിലാക്കുക എന്നതാണ്. ദരിദ്രമായ ചിന്താഗതി ചെലവുകളെ കാണുന്നു, സമ്പന്നമായ ചിന്താഗതി നിക്ഷേപങ്ങളെ കാണുന്നു. ദരിദ്രമായ ചിന്താഗതി ഭയത്തിൽ ജീവിക്കുന്നു,
സമ്പന്നമായ ചിന്താഗതി വളർച്ചയിൽ ജീവിക്കുന്നു. അതിനാൽ ഇന്നു മുതൽ ചെറിയൊരു മാറ്റം വരുത്തുക. നിങ്ങളുടെ ചിന്തകളെ അപ്ഗ്രേഡ് ചെയ്യുക. ഓരോ ചെലവിനെയും ഒരു ചോദ്യമാക്കുക. ഇതെനിക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സഹായിക്കുമോ? ഓർക്കുക, പണം നഷ്ടപ്പെടുന്നതല്ല ഏറ്റവും വലിയ നഷ്ടം, ചിന്തകൾ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. കാരണം ചിന്തകൾ സമ്പന്നമായാൽ പോക്കറ്റ് ഒരിക്കലും കാലിയാകില്ല. അതിനാൽ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ ഇന്ന് കേട്ട ആ 7 നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ആർക്കും നിങ്ങളെ തടയാനാവില്ല. ദാരിദ്ര്യത്തിനോ ഭയത്തിനോ സാഹചര്യങ്ങൾക്കോ കഴിയില്ല. ഒന്നാമത്തെ നിയമം: ചെലവുകൾ നിയന്ത്രിക്കുക. നിങ്ങളുടെ വരുമാനത്തേക്കാൾ കുറവ് ചെലവാക്കുക. കാരണം ചെലവുകൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്തവന് സമ്പത്തും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ നിയമം: പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കുക. അതിനെ ഉറങ്ങാൻ അനുവദിക്കരുത്. അതിനെ നിങ്ങൾക്കുവേണ്ടി സമ്പാദിക്കുന്ന ഒരു പടയാളിയാക്കുക. മൂന്നാമത്തെ നിയമം: നിങ്ങളുടെ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം ഏതു കാലത്തും നിങ്ങളെ പണം സമ്പാദിക്കാൻ പ്രാപ്തരാക്കുന്ന ആയുധങ്ങളാണ് കഴിവുകൾ. നാലാമത്തെ നിയമം: ഒരൊറ്റ വരുമാനത്തെ മാത്രം ആശ്രയിക്കരുത്. സൈഡ് വരുമാനമുണ്ടാക്കുക. ഒരു സിസ്റ്റം ഉണ്ടാക്കുക. കാരണം ഒരു വരുമാനം നിലച്ചാൽ മറ്റൊന്ന് നിങ്ങളെ താങ്ങി നിർത്തും. അഞ്ചാമത്തെ നിയമം: തെറ്റായ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. കാരണം തെറ്റായ കൂട്ടുകെട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ കരിച്ചുകളയുന്നു. ആറാമത്തെ നിയമം: ഭയത്തിൽ നിന്ന് പുറത്തുവരിക. കാരണം ഭയം അവസാനിക്കുന്നില്ല, അതിനെ കീഴടക്കേണ്ടതുണ്ട്. ഏഴാമത്തെ നിയമം: സമ്പന്നമായ ഒരു ചിന്താഗതി വളർത്തിയെടുക്കുക. കാരണം ചിന്തകൾ സമ്പന്നമാകുമ്പോൾ ജീവിതം സ്വയം സമ്പന്നമായി മാറുന്നു. ഇനി തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ഈ നിയമങ്ങൾ കേട്ടു മറക്കുമോ, അതോ ഇവ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമോ? നിങ്ങൾക്ക് ശരിക്കും ഒരു മാറ്റം വേണമെങ്കിൽ ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക. ജീവിതം മാറ്റിമറിക്കുന്ന ഇത്തരം യഥാർത്ഥ നിയമങ്ങൾ എല്ലാ ആഴ്ചയും പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇവിടെ സംസാരിക്കുന്നത് വെറും അറിവിനെക്കുറിച്ചല്ല, നിങ്ങളുടെ ജീവിതം മാറ്റുന്നതിനെക്കുറിച്ചാണ്.